നമസ്കാരം, സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ഡേയുമായി സംബന്ധിച്ച PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പുതിയ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വിസുമായിട്ടാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് റിപ്പബ്ലിക് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ പരോക്ഷമായോ തിരഞ്ഞെടുക്കുമ്പോഴാണ് ആ രാജ്യം റിപ്പബ്ലിക് ആകുന്നത്. ഇന്ത്യ എന്നാണ് റിപ്പബ്ലിക് ആയത്? 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അതുപോലെ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷമാണ് നമുക്ക് ഒരു ഭരണഘടന നിലവിൽ വരുന്നത്. 1950-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2025 ജനുവരി 26-ന് ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക്കാണ്? ഓപ്ഷൻസ് 74, 75, 76, 77. ശരി ഉത്തരം 76 ആണ്. 2025 ജനുവരി 26-ന് ഇന്ത്യയുടെ 76-ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ആഘോഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂഡൽഹിയിൽ നടന്ന 2025 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ആരായിരുന്നു മുഖ്യ അതിഥി? ഓപ്ഷൻസ് ആസിയാൻ നേതാക്കൾ, പ്രബോവോ സുബിയാന്തോ, ബെഞ്ചമിൻ നെതന്യാഹു, അബ്ദുൽ ഫത്താഹ്. ശരി ഉത്തരം പ്രബോവോ സുബിയാന്തോ ആണ്. ന്യൂഡൽഹിയിൽ നടന്ന 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്നത് പ്രബോവോ സുബിയാന്തോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂഡൽഹിയിൽ നടന്ന 2025 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായിരുന്നത് ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? മുഖ്യ അതിഥി ആരായിരുന്നു? പ്രബോവോ സുബിയാന്തോ ആയിരുന്നു. അദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഓപ്ഷൻസ് ഇന്തോനേഷ്യ, ഈജിപ്റ്റ്, എത്തോപ്യ, സിറിയ. ശരി ഉത്തരം ഇന്തോനേഷ്യയാണ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്ത പ്രബോവോ സുബിയാന്തോ ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് ആണ്. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റായിരുന്ന സുകർണോ ആണെന്നുള്ള പ്രത്യേകതയുമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം? ഓപ്ഷൻസ് സമ്പൂർണ്ണ ഇന്ത്യ വികസിത് ഭാരത്, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്, വികസിത് ഭാരത്, ജയ് ഇന്ത്യ, സമ്പൂർണ്ണ ഇന്ത്യ, സ്വർണിം ഭാരത്, വിരാസത് ഓർ വികാസ്. ശരി ഉത്തരം സ്വർണിം ഭാരത്, വിരാസത് ഓർ വികാസ്. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കൃത പൈതൃകവും വികസനത്തിലേക്കുള്ള കുതിപ്പ് എന്നാണ് ഇതിന്റെ അർത്ഥം. 2025 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ്? സ്വർണിം ഭാരത്, വിരാസത് ഓർ വികാസ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഓപ്ഷൻസ് പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, രാഷ്ട്രപതി, ആഭ്യന്തരമന്ത്രി. ശരി ഉത്തരം രാഷ്ട്രപതിയാണ്. രാജ്യ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻസ് എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സക്കീർ ഹുസൈൻ, വി ഗിരി. ശരി ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വർഷം 2025 റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ തലത്തിൽ ആരാണ് പതാക ഉയർത്തിയത്? ഓപ്ഷൻസ് ദ്രൗപദി മുർമു, രാംനാഥ് കോവിന്ദ്, രാജ്നാഥ് സിംഗ്, നരേന്ദ്രമോദി. ശരി ഉത്തരം ദ്രൗപദി മുർമു ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ് ഈ വർഷം റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ തലത്തിൽ പതാക ഉയർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻസ് MK ഗാന്ധി, പിംഗലി വെങ്കയ്യ, സജീന്ദ്രദാസ് ബോസ്, ഹേമചന്ദ്ര കനുങ്കോ.
ശരി ഉത്തരം പിംഗലി വെങ്കയ്യ ആണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? പിംഗലി വെങ്കയ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പതാകയുടെ 3 നിറങ്ങളുടെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻസ്: സമാധാനം, സമൃദ്ധി, പുരോഗതി, സ്നേഹം, വിശ്വാസം, ഐക്യം, പരിശുദ്ധി, ത്യാഗം, ധൈര്യം, സത്യം, നീതി, വിമോചനം. ശരി ഉത്തരം പരിശുദ്ധി, ത്യാഗം, ധൈര്യമാണ്. ഇന്ത്യൻ പതാകയുടെ 3 നിറങ്ങളുടെ പ്രാധാന്യം എന്താണ്? പരിശുദ്ധി, ത്യാഗം, ധൈര്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻസ്: നീതി, ഐക്യം, സമാധാനം, പുരോഗതി. ശരി ഉത്തരം ഐക്യമാണ്. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഐക്യം. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ഏതു നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻസ്: മുംബൈ, ന്യൂഡൽഹി, കൊൽക്കത്ത, ചെന്നൈ. ശരി ഉത്തരം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ഏത് നഗരത്തിൽ വെച്ചിട്ടാണ് നടന്നത്? ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ്: ചെങ്കോട്ട, കർത്തവ്യ പഥ്, ഇന്ത്യ ഗേറ്റ്, രാഷ്ട്രപതി ഭവൻ. ശരി ഉത്തരം രാഷ്ട്രപതി ഭവനാണ്. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ദിന പരേഡിന്റെ വേദിയായി രാജ്പഥ് തെരഞ്ഞെടുത്ത വർഷം ഏതാണ്? ഓപ്ഷൻസ്: 1950, 1952, 1953, 1955. ശരി ഉത്തരം 1955 ആണ്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ വേദിയായി രാജ്പഥ് തെരഞ്ഞെടുത്ത വർഷം ഏതാണ്? 1955 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന തലസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഓപ്ഷൻസ്: ഗവർണർ, മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, ധനമന്ത്രി. ശരി ഉത്തരം ഗവർണറാണ്. സംസ്ഥാന തലസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഗവർണർ. അങ്ങനെയെങ്കിൽ ഈ 2025 റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ആരാണ് ദേശീയ പതാക ഉയർത്തിയതെന്ന് അറിയാവുന്നവർ കമന്റിൽ രേഖപ്പെടുത്തുക. അറിയാത്തവരും കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അറിയാവുന്നവർ രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആരും ഒരു പൂച്ചക്കുഞ്ഞു പോലും കമന്റ് ഇടാറില്ല. അതുകൊണ്ട് അറിയാത്തവരാണെങ്കിലും ഗൂഗിൾ ചെയ്തിട്ടാണെങ്കിലും വന്നിട്ട് കമന്റിൽ ഇടുക. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ച ടാബ്ലോകളിൽ 1-ാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനത്തിന്റെ ടാബ്ലോ ആണ്? ഓപ്ഷൻസ്: ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഒഡീഷ. ശരി ഉത്തരം ഉത്തരാഖണ്ഡാണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ച ടാബ്ലോകളിൽ 1-ാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡിന്റെ ടാബ്ലോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ച ടാബ്ലോകളിൽ 1-ാം സ്ഥാനം നേടിയത് ഏതു സംസ്ഥാനത്തിന്റെ ടാബ്ലോ ആണ്? ഓപ്ഷൻസ്: ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഒഡീഷ. ശരി ഉത്തരം ഒഡീഷയാണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഒഡീഷയ്ക്കാണ് ടാബ്ലോകളിൽ 1-ാം സ്ഥാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ പരംവീർ ചക്ര എന്തിനു പകരമാണ് മാറ്റി സ്ഥാപിച്ചത്? ഓപ്ഷൻസ്: വിക്ടറി ടെർമിനൽ ക്രോസ്, വിക്ടോറിയ ക്രോസ്, വിക്ടറി ക്രോസ്, എലിസബത്ത് ക്രോസ്. ശരി ഉത്തരം വിക്ടോറിയ ക്രോസ്. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ പരംവീർ ചക്ര വിക്ടോറിയ ക്രോസിന് പകരമായിട്ടാണ് മാറ്റി സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്:
മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ. ശരിയുത്തരം BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഏണസ്റ്റ് ബാർക്കർ, പൽക്കിവാല, നെഹ്റു, അംബേദ്കർ. ശരിയുത്തരം ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ദിനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? ഓപ്ഷൻസ്: കടുവ, മയിൽ, സിംഹം, താമര. ശരിയുത്തരം സിംഹമാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? സിംഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു ദേശീയ ചിഹ്നമാണ് ഇന്ത്യൻ ദേശീയ ചിഹ്നത്തിന്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻസ്: സിംഹം, അശോക ചക്ര, മയിൽ, താമര. ശരിയുത്തരം മയിലാണ്. ഏത് ദേശീയ ചിഹ്നമാണ് ഇന്ത്യൻ ദേശീയ ചിഹ്നത്തിന്റെ ഭാഗമല്ലാത്തത്? മയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ദിന പരേഡിനോടനുബന്ധിച്ച് ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി. ശരിയുത്തരം പ്രധാനമന്ത്രിയാണ്. റിപ്പബ്ലിക് ദിന പരേഡിനോടനുബന്ധിച്ച് ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം സമർപ്പിക്കുന്നതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു ചടങ്ങാണ് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്നത്? ഓപ്ഷൻസ്: ബീറ്റിംഗ് ദി റിട്രീറ്റ്, രാഷ്ട്രത്തോടുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗം, ഇന്ത്യൻ വ്യോമസേനയുടെ ഫ്ലൈ പാസ്റ്റ്, റിപ്പബ്ലിക് ദിന പരേഡ്. ശരിയുത്തരം ബീറ്റിംഗ് ദ റിട്രീറ്റ്. ഏത് ചടങ്ങാണ് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നത്? ബീറ്റിംഗ് ദ റിട്രീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് ഏതു തീയതിയിലാണ് നടക്കുന്നത്? ഓപ്ഷൻസ്: ജനുവരി 23, ജനുവരി 26, ജനുവരി 29, ജനുവരി 24. ശരിയുത്തരം ജനുവരി 29 ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് ജനുവരി 29 തീയതിയാണ് നടക്കുക. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന അവകാശങ്ങളിൽ ഏതാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ്: സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. ശരി ഉത്തരം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്.